ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു ടോപ്പിക് കൂടെ എടുക്കാനുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. നമ്മൾ എച്ച് പാരാമീറ്റർ മോഡലൊക്കെ നമ്മൾ BJTയുടെ വരച്ചിരുന്നു. ദിസ് ഇസ് ഹൈ ഫ്രീക്വൻസി മോഡൽ. ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലോ ഫ്രീക്വൻസിയിൽ ഉള്ള എഫക്ട്സ്, അതുപോലെ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന കപ്പാസിറ്റൻസ് എഫക്റ്റ്, ദെൻ ഗെയിന്, ബാൻഡ് വിഡ്ത്ത്, ഫ്രീക്വൻസി, അങ്ങനെയുള്ള ടേംസ് എല്ലാം നമ്മൾ പഠിച്ചു. ഇതിങ്ങനെ പ്ലോട്ട് ഓഫ് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ആണ് വരയ്ക്കുന്നത്. ഇതിന് ബോർഡർ പ്ലോട്ട് എന്നാണ് പറയുന്നത്, BODE, ബോട്ട് പ്ലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗെയിൻ ഇൻ ഡെസിബൽ വേഴ്സസ് ഫ്രീക്വൻസി ആണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് ഗെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഗെയിൻ കിട്ടുന്നത് ഒരു മിഡ് റേഞ്ച് ഫ്രീക്വൻസിയിലായിരിക്കും. ഇത് ബാൻഡ് വിഡ്ത്ത് ആണെന്ന് പറഞ്ഞു. ഇതാണ് അതിൻ്റെ മാക്സിമം ഗെയിൻ എന്ന് പറയുന്നത്, G1. ദെൻ നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 എന്നൊക്കെ പറഞ്ഞിരുന്നു. ദെൻ ഇനി നമുക്ക് അവിടെ വിട്ടുപോയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ആംപ്ലിഫയറിൻ്റെ, ഒരു ഗിവൺ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടറിനൊക്കെ ഗെയിൻ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ കോമൺ എമിറ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ള ആംപ്ലിഫയർ. അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ബീറ്റ ആണ്, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ബീറ്റയുടെ വാല്യൂ ദെൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അത് കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ആൻഡ് F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് 70.7% ഓഫ് മാക്സിമം വാല്യൂ ഓഫ് ഗെയിനിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ 70.7% ആണ് ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൽ താഴെയുള്ള ഫ്രീക്വൻസിയും അതിന് മേലോട്ടുള്ള ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂ ഓഫ് ഗെയിനിന് താഴെയുള്ള അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി F1 ആൻഡ് F2 എന്ന് പറയുന്നത്. അതിൽ ഗെയിൻ എന്ന് പറയുന്നത് അതിലും താഴെ, F1ൽ താഴെയാണെങ്കിൽ ഗെയിൻ കുറവായിരിക്കും, F2ന് മേളിലും ഗെയിൻ കുറവായിരിക്കും. അതിനുള്ള റീസൺസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും 0.707 എന്ന് പറയുന്ന വാല്യൂ, അതായത് 0.707 ടൈംസ് അല്ലെങ്കിൽ 1/√2 ആണ് 0.707. അത് നമ്മുടെ ബീറ്റയുടെ 1/√2 അല്ലെങ്കിൽ 0.707 ടൈംസ് β0 എന്നാണ് പറയുന്നത്. ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്നാണ് കോമൺ എമിറ്ററിൽ അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു 0.707 എന്ന് പറയുന്ന ഗെയിൻ 0.707 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലിമിറ്റ്. അതിനാണ് ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയും, ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ നമുക്ക് ആ ഒരു ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ F ബീറ്റ എന്ന് വിളിക്കാം. അങ്ങനെ ചില ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്, അപ്പോൾ അതുകൂടെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതുപോലെ FT എന്ന് പറയുന്നൊരു പാരാമീറ്റർ ട്രാൻസിസ്റ്ററിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. ഇറ്റ് ഈസ് അനദർ ഹൈ ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫ്രീക്വൻസി അറ്റ് വിച്ച് എ ഷോർട്ട് സർക്യൂട്ട് കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ ബീറ്റ ഫോൾസ് ടു യൂണിറ്റി. ഷോർട്ട് സർക്യൂട്ട് കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ ബീറ്റ ഫോൾസ് ടു യൂണിറ്റി, അതിനെയാണ് FT എന്ന് പറയുന്ന പാരാമീറ്റർ. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. FT എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് F ബീറ്റയാണ്. F ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻറ്റു ബീറ്റയാണ് FT എന്ന് പറയുന്നൊരു പാരാമീറ്റർ ഉണ്ട്. ഒബ്വിയസ്ലി FT ഗ്രേറ്റർ ദാൻ F ബീറ്റ ആയിരിക്കും, ബിക്കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണെന്നറിയാം. സോ നോർമലി FTയുടെ വാല്യൂ 1.2 ടൈംസ് ഓഫ് FT ഈക്വൽ ബീറ്റ ടൈംസ് FB ആണ്. സോ F ആൽഫ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.2 ടൈംസ് ഓഫ് FT എന്ന് കിട്ടും. അപ്പോൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു FT ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ FTയുടെ ടേം നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ബീറ്റയുടെ വാല്യൂ 1ഉം
അതുപോലെ അറ്റ് എ ഫ്രീക്വൻസി 6 മെഗാ ഹെർട്സ്. 6 മെഗാ ഹെർട്സിൽ ബീറ്റ 1 ആണെന്ന് വിചാരിക്കുക. എന്താ നമ്മൾ പറഞ്ഞേ? ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രീക്വൻസിയാണെന്നാണ് പറഞ്ഞത്? കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. ഗെയിൻ ആണ്. എഫ് ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പം എഫ് ടി എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത്, അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയം, ഷോർട്ട് സർക്യൂട്ട് കോമൺ എമിറ്റർ കറണ്ട് ഗെയിൻ എന്ന് വെച്ചാൽ ബീറ്റ ഫോൾസ് ടു യൂണിറ്റി ആവും. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 1ഉം ഫ്രീക്വൻസി ഒരു 6 മെഗാ ഹെർട്സും ആണെങ്കിൽ ബീറ്റ ഇൻറ്റു 6, അതിനെയാണ് നമ്മൾ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ടി ആയിരിക്കും. ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ്. ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. അതായത് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് സർക്യൂട്ടിൽ വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ബി ജെ ടിയുടെ എടുത്തപ്പം എക്സ്ട്രാ ആയിട്ട് വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ജംഗ്ഷൻസിനിടയിലുള്ള ഒരു NPN ട്രാൻസിസ്റ്ററാണ് വരച്ചിരിക്കുന്നത്. അപ്പം NPNൻ്റെ ഓരോ ജംഗ്ഷൻസിലെയും കപ്പാസിറ്റൻസ്, അതായത് ഓരോ ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് എഫക്റ്റാണ് CBC, CCE, CBE എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? അത് നമ്മുടെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിൽ കാണിക്കണം. അതാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ആംപ്ലിഫയറിൻ്റെ. ദിസ് ഈസ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ. ഇതിൽ കണ്ടോ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിനകത്തുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു NPN ട്രാൻസിസ്റ്ററാണ് കോമൺ എമിറ്റർ. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ എക്സ്ട്രാ കണക്ട് ചെയ്യുന്നതാണ്. അതായത് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ്, അതുപോലെ R1 R2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിവൈഡർ, RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റർ, RL ലോഡ്, ദെൻ ഔട്ട്പുട്ടിൽ എടുക്കുന്ന C ഔട്ട് എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്. അതൊക്കെ നമ്മൾ വെളിയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ബ്ലോക്കിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിനുള്ളിലുള്ള കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്? RI എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസിസ്റ്റർ. ദെൻ CI എന്ന് പറയുന്നത് ഇൻപുട്ട് കപ്പാസിറ്റൻസ്. ഇൻപുട്ട് കപ്പാസിറ്റൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻസാണ് വരുന്നത്? കണ്ടോ? ബേസിനും എമിറ്ററിനും ഇടയ്ക്ക്, ബേസിനും കളക്ടറിനും ഇടയ്ക്കുള്ള കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ദെൻ ബീറ്റ ടൈംസ് IB എന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സ് ആണെന്നറിയാം. ദെൻ R ഔട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദിസ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മോഡൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് ഹൈ ഫ്രീക്വൻസി കോമൺ എമിറ്റർ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടോ? തെവനിൻ ഇക്വലൻറ്റ് ഓഫ് ഇൻപുട്ട് സർക്യൂട്ട്. നമ്മൾ തെവനിൻ തിയറം എല്ലാം പഠിച്ചാണ്. അപ്പോൾ തെവനിൻ ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഈ സർക്യൂട്ടിലേക്ക് നോക്കുന്നു. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? RI ഈസ് പാരലൽ ടു R1 പാരലൽ R2 പാരലൽ ടു RS. ഇത് 4 പേരും പാരലാണെന്ന് മനസ്സിലാവും. ഫിഗർ നോക്കിയാൽ മതി. ഇതെല്ലാം ക്ലിയർ ആണിത്. RI ഇത് ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ RSഉം R1 പാരലൽ R2 ആണ് ഓൾറെഡി ഉള്ളത്. അത് പാരലൽ ടു RI ആവും, അത് പാരലൽ ടു RS ആവും. സോ RTH ഓഫ് ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് RS പാരലൽ, R1 പാരലൽ, R2 പാരലൽ, RI ആണ്. ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, തെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുകയാണ് ഈ സർക്യൂട്ടിലേക്ക്. അവിടെ ചെയ്യുമ്പോഴും നമുക്ക് ഈ കറണ്ട് സോഴ്സ് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ചെറിയ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്കിവിടെ ജസ്റ്റ് RTH ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുക. ദെൻ RC പാരലൽ, RL പാരലൽ, R0 എന്ന് മനസ്സിലാവും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള FH എന്ന് എഴുതിയിരിക്കുന്ന ഹൈ ഫ്രീക്വൻസിയിലെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഇൻപുട്ട് ഫ്രീക്വൻസി, അതുപോലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം 1/2π RC ആണ് ഫ്രീക്വൻസി. സോ 1/2π ഇൻപുട്ട് സൈഡിൽ എന്താ വരുന്നത്? RTH I ഇൻപുട്ട് സൈഡിൽ തെവനിൻ ഇക്വലൻറ്റ് ഇൻറ്റു CI. ദെൻ FHO എന്ന് പറഞ്ഞാൽ 1/2π RC, 1/2π RTH ഔട്ട്പുട്ട് ഇൻറ്റു C ഔട്ട്. ദെൻ FH എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് FHI ആൻഡ് FHO. ഇത്രയേ ഉള്ളൂ. നമുക്ക് കോമൺ എമിറ്റർ BJTയുടെ ആംപ്ലിഫയർ ക്യാരക്ടറിസ്റ്റിക്സും ഹൈ ഫ്രീക്വൻസി മോഡലും ഒക്കെ പഠിക്കാനുള്ളൂ. ഫെറ്റ് പഠിക്കാനില്ല. ഇനി നമുക്ക് അടുത്ത 3rd മൊഡ്യൂളിലേക്കാണ് പോകുന്നത്.